ഭരണാധികാരികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ പണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറീസിനെതിരെ പെർസിക്യൂഷൻ നടക്കുന്നു. മിഷണറി വിസകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതിനെതിരെ നിയന്ത്രണങ്ങൾ വരുന്നു. മിഷണറി പ്രവർത്തനത്തിനെതിരെ നോർത്ത് ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നു. ഇന്ത്യ എന്ന ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയതിൽ, ഇന്നു കാണുന്ന ഇന്ത്യ ആക്കിയതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്ക് ചെറുതല്ല. ജാതി മത സഭ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണത്. ഭരണാധികാരികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ പണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്നും അവർക്ക് ചെയ്യാൻ കഴിയും. ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒരുപാടാണ്. എഡ്യൂക്കേഷൻ, സ്കൂൾ, കോളേജസ്, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരുപാട്. സതി, ചൈൽഡ് മാരേജ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, ഇതെല്ലാം നിർത്തലാക്കിയതും മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ആക്ടർ കമൽ ഹാസൻ ക്രിസ്ത്യൻ മിഷണറിമാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. ഇതാണ് ആ വീഡിയോ. Nobody can lay a finger of criticism on the fact that medicine and education in India has been thanks due to the Christian missionaries here. Whatever I think of Christianity or God doesn't matter. The service they have done to man is very touching.